ആണെന്ന് പറഞ്ഞാൽ അത് പഠിക്കൊന്നും വേണ്ട. അപ്പം വരും അതിന്റെ ട്യൂൺ എങ്ങനെയാണോ ആ വരുന്ന ട്യൂണിൽ നമ്മളോട് പാടും. അയ്യോ അച്ഛാ പോകല്ലേ, അതെ അതെ, അതാണ് ബിന്ദുച്ചി. അയ്യോ അച്ഛാ പോകല്ലേ, അതുപോലെ അയ്യോ അച്ചു പോകല്ലേ, അയ്യോ അച്ചു പോകല്ലേ എന്ന് പറയുന്നുണ്ട്. എല്ലാരും ഓടി 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 വന്ന് ഓടി ഓടി വന്നിട്ടെ എല്ലാം പടച്ചോനോടോതി അങ്ങനെ മാമ ഞാൻ അതന്നെ അപ്പൊ ഇതേതാണ് ആ റംല റംല എന്നുള്ള ഐഡിയ ഏതാ? റംല സിക്കിന്ദാർ നീ തന്നെയാണോ? ഓക്കെ ഓക്കെ, ഇതെന്റെ പെങ്ങളെ മോളാണ് കേട്ടാ. രഞ്ജിത്തെ, അച്ചു അല്ല രഞ്ജിത്തെ, പി പി, അതുപോലെ ഐഫു, നമ്മുടെ പെങ്ങളെ മോളാണ് കേട്ടാ മറ്റേ റംല സിക്കിന്ദാർ. ഇതെന്താ ഐഡി ഇങ്ങനെ അച്ചുമോ? എന്താ ഇങ്ങനെ ഐഡി? വേറെ ആരുടെയെങ്കിലും ഇതിൽ നിന്ന് കയറിയതാണോ? ഫോണിൽ നിന്ന് കയറിയതാണോ? ഹൈഫു 16 എന്ന് പറയുന്നുണ്ട്. ഷിബു ചിരിക്കുന്നുണ്ട്. ഹൈഫു ഹായ് പറയുന്നുണ്ട്. ബിന്ദുച്ചി ഹായ് പറയുന്നുണ്ട്. ഇക്കാക്ക് പണി തന്നു. എനിക്ക് പണി തരാനില്ല, ഞാൻ അത്രയും ധൈര്യത്തിലാണ് വോയിസ്. എന്റെ വൈഫ് വന്നാൽ എനിക്ക് പേടിയില്ല, എന്റെ ഉമ്മ വന്നാൽ പേടിയില്ല, എന്റെ പെങ്ങളെ മക്കൾ വന്നാൽ പേടിയില്ല, എന്റെ സ്വന്തം മക്കൾ വന്നാൽ പേടിയില്ല. ഇതൊക്കെ എന്റെ മക്കളും ഇതൊക്കെ തന്നെ. ഞാൻ ഇവിടെ ഒരാളോടും ഒരു പഞ്ചസാരയോ അല്ലെങ്കിൽ ഒരു അരിമണിയോ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഇരിക്കാറില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നമ്മുടെ മക്കളും നമ്മുടെ കുടുംബക്കാരും ഒക്കെ വരുമ്പോഴും നമ്മളെ കേൾക്കാൻ പറ്റാവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സംസാരം എന്ന് ഞാൻ പറയാറുള്ളത്. മനസ്സിലായില്ലേ? ഒരിക്കലും ഒരു കാരണവശാലും എനിക്ക് ഒരു പേടിയില്ല ഇതില് ധൈര്യമായിട്ടിരുന്ന് സംസാരിക്കാൻ. ഞാൻ ഇവിടെ ഒരാളുടെ അടുത്തും ഒരു രീതിയിലും ഒന്നും പറയാറില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നോടൊപ്പമുള്ള എല്ലാ സുഹൃത്തുക്കളും വളരെ കുറച്ച് സമയം, എനിക്ക് കുറച്ച് സമയം എന്റെ കൂടെ ഇരിക്കുള്ളൂ. അതുള്ള സമയം നമ്മളോടൊപ്പം നല്ല രീതിയിൽ. ഇപ്പൊ നീ എങ്ങനെയാണ് എന്റെ കൂടെ കൂടിയത്? ഹൈഫ് ഉണ്ട്, ബിന്ദേച്ചി ഉണ്ട്, കുറെ ആളുകൾ, അനിത വരാനുണ്ട്, നെതീർത്ത് വരാനുണ്ട്, കുറെ ലേഡീസും വരാനുണ്ട്, കുറെ ജെന്റ്സും വരാനുണ്ട്. ആര് വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരേ പാറ്റേൺ ആണ്. അതിൽ എന്റെ പെങ്ങളെ മക്കൾ വരും, ഇപ്പൊ കണ്ടില്ല പെങ്ങളെ മക്കൾ വന്നു, എന്റെ ഭാര്യ വരും, എന്റെ മക്കൾ വരും, എന്റെ മക്കൾ സംസാരിക്കും. ഇതിൽ ആര് വന്നു കഴിഞ്ഞാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ അവരിനെ മറച്ചു വെക്കാനോ അല്ലെങ്കിൽ എന്റെ ഉമ്മ വരാറുണ്ട്, എന്റെ മൂത്ത പെങ്ങൾ വരാറുണ്ട്, ഇവരൊക്കെ വരാറുണ്ട്. ഞാൻ ഇതേ പാറ്റേൺ അവരുടെ മുന്നിൽ എങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത് അതേ പാറ്റേണിലാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്. ഇവിടെ ഒരാള് പല ലൈവുകളിൽ നമ്മൾ കാണാറുണ്ട്, ഒരു പെൺതരി വന്ന് പെടുമ്പോഴേക്കും എലി മഞ്ചല് കുടുങ്ങിയത് പോലെ അരിമണി അവിടെ നിന്ന് എറിയുന്നു, ഇവിടെ നിന്ന് എറിയുന്നു. പല രീതിയിലും ചതിക്കുഴികളൊന്നല്ല, അവരവരെ എന്റർടൈൻമെന്റ് ആണ് ചെയ്യുന്നത്. ശരിയാണ്, ആ ലൈവ് കഴിഞ്ഞാൽ അത് അവസാനിക്കും. പക്ഷെ എല്ലാ സംഭവങ്ങളുടെയും തുടക്കം കുറിക്കുന്നത് പല ചെറിയ ചെറിയ തമാശകളിൽ നിന്നാണ് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതൊക്കെ തിരിച്ചറിവുണ്ടായിട്ട് ആ ഒരു തിരിച്ചറിവോടെ തന്നെയാണ് ഞാൻ ഇതിലിരുന്ന് സംസാരിക്കാറും. മനസ്സിലായില്ലേ? ആ ഒരു തിരിച്ചറിവില്ലാത്ത സംസാരം ഞാൻ ഒരിക്കലും സംസാരിക്കാറില്ല. കേപ്പിനെ വിളിച്ചിട്ട് വരാം, ഓക്കടെ വിളിച്ചിട്ട് വാ. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരുപാട് നല്ല സൗഹൃദങ്ങളാണ് രഞ്ജിത്ത്, ജാഫർ, കെ പി, ഫൈസല്, പി പി, നാദർ, ബിന്ദേച്ചി, അനിത, നദീർത്ത, പിന്നെ കുറെ ഉണ്ട്, വേറൊരു ബിന്ദേച്ചി, ശ്രീനിക, അങ്ങനെ കുറെ പേരുകൾ പറയാനുണ്ട്. ഇതില് ആണുണ്ട് പെണ്ണുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ കാണാത്തവര് അറിയാത്തവരായ കുറെ ആളുകളുണ്ട്. പലരും വേറെ വേറെ പറഞ്ഞു കൊടുത്ത് കേട്ട് അതാണ് ശരി എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകൾ. അവരോടൊക്കെ പറയാനുള്ളത് ഈ ലൈവിലേക്ക് ഒന്ന് വരിക, നമ്മുടെ ഈ ലൈവിലേക്ക് വരിക. നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്നെ ധൈര്യമായിട്ട് വിമർശിക്കാം, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ ഞാൻ എന്താണെന്ന് എന്നിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ ചാനലിൽ നിന്നോ നിങ്ങൾ അറിയാതെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ എപ്പോഴും പറയുള്ളൂ. വിമർശിക്കണം. എല്ലാ വിമർശനങ്ങളും കൂടുമ്പോഴാണ് നമ്മൾക്ക് ഒരു നല്ല വ്യക്തിയായിട്ട് മാറാൻ പറ്റുള്ളൂ. വിമർശനങ്ങളിൽ നിന്നാണ് നമ്മൾക്ക് നല്ലതിന് തിരിച്ചറിയാൻ പറ്റുക. പക്ഷെ വിമർശിക്കുമ്പോൾ എന്തേ നിങ്ങൾ വിമർശിക്കാൻ, നിങ്ങൾക്ക് എന്താണ് അർഹത അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് യോഗ്യത എന്ന് ചോദിക്കുന്നിടത്ത് നമ്മൾക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോ എന്റെ മക്കൾക്കായാലും എന്നെ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കാം, എന്റെ പെങ്ങളെ മക്കളായാലും ഭാര്യ ആയാലും എന്റെ ഉമ്മ ആയാലും മക്കളെ ആര് തന്നെയാണെങ്കിലും എനിക്ക് വിമർശനങ്ങൾ വേണ്ടിടത്തുള്ള വിമർശനങ്ങളെല്ലാം ഞാൻ സ്വീകരിക്കും. തിരുത്തലുകൾ വേണ്ടിടത്തുള്ള എല്ലാ തിരുത്തലുകളും ഞാൻ സ്വീകരിക്കും. നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്നോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് മാത്രം അവരനുസരിക്കണമെന്നോ എന്നൊന്നും ഒരിക്കലും പറയില്ല. അപ്പോ അങ്ങനെയുള്ള തിരുത്തലുകളിൽ നിന്നാണ് ഒരു പൂർണ്ണമായ വ്യക്തി ഉൾത്തിരിഞ്ഞു വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.